നമസ്കാരം. നിലാവാണ്. നിലാവ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത് പ്രണയത്തെക്കുറിച്ചിട്ടല്ല, വിശപ്പിനെ കുറിച്ചിട്ടാണെന്ന് ഈ അടുത്ത് എവിടെ വായിച്ചു. വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു സമയമാണ് എന്നിലൂടെ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് നോമ്പ് വരികയാണ്. ഉപവാസം എല്ലാ വിഭാഗം ആൾക്കാരിലും ഉണ്ട്. പലരും പല പേരിൽ വിളിക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ അതിനെ നോമ്പായിട്ടാണ് പറയുന്നത്. നോമ്പ് പുതിയ കാലത്ത് ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് പലർക്കും. സത്യത്തിൽ അതിൻ്റെ ലക്ഷ്യം വിശപ്പ് എന്താണെന്നുള്ള മനുഷ്യത്ത് ശരിക്കും അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിന് വേണ്ടിയിട്ടല്ല. സഹജീവികൾ, കൂടെയുള്ള മനുഷ്യരും മിണ്ടാപ്രാണികളും പ്രകൃതിയും മരങ്ങളടക്കം എല്ലാവർക്കും വിശക്കുന്നുണ്ട്. എല്ലാവരും അന്നം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്, അതിജീവനം നടത്തുന്ന പ്രപഞ്ചത്തിൽ. ഈ ഒരു ബോധ്യം മനുഷ്യന് വരാനും അവരുമായി സഹവർത്തിത്വത്തോടെ കഴിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അധ്യാപനം ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ആൾക്കാരിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുണ്ട്. ഞാൻ പഠിച്ചത് മുസ്ലിമും ഇസ്ലാമും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളാണല്ലോ ഞാൻ പറയുക. അതുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് മതമാണെന്നില്ല വിചാരിക്കേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ. എന്തോ എൻ്റെ DNA അത് കലർന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മയായിട്ടും എൻ്റെ ഉപ്പായിട്ടും ഒക്കെ കാണിച്ചു തന്നില്ല മാതൃക അങ്ങനെയാണ്. എൻ്റെ ഉമ്മ ഒക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ മീൻ പിടിച്ച് മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലും തലയും കുടലും വേണ്ടപ്പെട്ടതൊക്കെ തെങ്ങിൻ്റെ കിടക്കെ കൊടുത്തിട്ട് കുഴിച്ചിട്ടിട്ട് അതിന് വളമാകാതെ അതിൽ ലേശം കാലായിട്ട് അങ്ങനെ തുഴഞ്ഞിട്ട് അതിലിടും. എന്നിട്ട് പറയും നായ. അപ്പോൾ അത് ഇടുമ്പത്തിനും കാത്തിട്ട് പൂച്ച, നായ ഒക്കെ പരിസരത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇവർ മാറിയതിന് ശേഷം ആദ്യം നായ കഴിക്കും, പിന്നെ പൂച്ച കഴിക്കും, പിന്നെ കോഴി കൊത്തും, പിന്നെ കാക്ക കൊത്തും, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ അത് കണ്ടു വളർന്നിട്ടില്ല ഒരു DNA ആണ്, അത് കണ്ടു വളർന്നിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ആയതുകൊണ്ട് ഏത് കാലത്തും ചെറുപ്പം മുതലേ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നാട് വിട്ട് പോണത് കോയമ്പത്തൂർക്കാണ്. അപ്പോൾ കോയമ്പത്തൂർ ആദ്യമായിട്ട് എൻ്റെ ഒരു സഹോദരൻ്റെ കടയിൽ തന്നെയാണ്, എൻ്റെ മൂത്തപ്പാടം വന്നത്. അപ്പോൾ അവിടെ നമസ്കരിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇറങ്ങിയിട്ട് പോണ സമയത്ത് ഈ ഞങ്ങളുടെ നാട്ടിൽ കുടൽ എന്ന് പറയുന്ന ഒരു തരം കുട്ടികൾ കഴിക്കുന്നൊരു മുട്ടായിട്ടുണ്ട്. അങ്ങനെ പപ്പടത്തിൻ്റെ ഒരു കൂട്ടൽ നമുക്ക് അറിയായിരിക്കും. അതിങ്ങനെ നിറയെ പോക്കറ്റിൽ തിരിക്കിയിട്ടാണ് പോവുക. എന്നിട്ട് പോണ വഴിക്ക് കാണുന്ന നായകൾക്കൊക്കെ അത് ഇട്ട് കൊടുത്തിട്ടാണ് പള്ളിയിലേക്ക് പോവുക. അങ്ങനെ ഇത് കണ്ടിട്ടില്ല അണ്ണന്മാർ വന്നിട്ട് പറഞ്ഞ് ചിന്നപ്പായി ഇങ്ങനെ വന്നിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ സഹോദരനാണെന്നുണ്ടെങ്കിൽ അടുത്ത കൈക്ക് ഉപ്പ് വെക്കാത്തൊരു പഹനും കൂടെയാണ്. വന്നിട്ട് ഇന്നെ നല്ല അടിയടിക്കും. അപ്പോൾ നമുക്കിത് എന്താണ്, നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ മറ്റുള്ളവരെ വിശപ്പ് കാണുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ജീവിതത്തിൽ എനിക്ക് വിഷമം തോന്നുക, അല്ലെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതും എൻ്റെ സംസാരം മുട്ടി പോകുന്നതും വിശപ്പിനെ കുറിച്ച് പറയുമ്പോഴും വിശപ്പിനെക്കുറിച്ച് അറിയുമ്പോഴും വിശന്നൊരു ജീവനെ കാണുമ്പോൾ മാത്രമാണ്. വേറെ ഏത് സാഹചര്യത്തിലും അത് സംഭവിക്കാറില്ല. വേറെ ഏത് സാഹചര്യത്തിലും നമ്മൾ അത് കൈകാര്യം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ധൈര്യത്തോടെ മുന്നിടാറുണ്ട്. പക്ഷേ വിശന്നൊരു ജീവനെ കാണുന്ന സമയത്ത് ഭയങ്കര അവസ്ഥയാണ്. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പറയുമ്പോൾ കമൻറ്റിലോ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ ഇടയിലോ വന്നിട്ട് നിൻ്റെ ഒരു നായ കേസ്, നിൻ്റെ ഒരു ജീവി കേസ്, ഇവിടെ മനുഷ്യനക്ക് തന്നെ തിന്നാൻ കിട്ടില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ പക്ഷേ അവരുടെ വയറിനെ കുറിച്ചിട്ടും ഒക്കെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ സംബോധന ചെയ്യുന്നത് സാധാരണ മനുഷ്യരെ കുറിച്ചിട്ടാണ്. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അല്ലെങ്കിൽ മറ്റു വിധങ്ങളൊന്നുമില്ല. സഹജീവികളെ നമ്മളുടെ കൂടപ്പുറപ്പായിട്ടും നമുക്ക് മാത്രമല്ല ഭൂമിയുള്ളത്. നമ്മളിതേപ്പോൾ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കണം, എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ മരിച്ചു പോയാൽ നമ്മളുടെ വീട്, പറമ്പ്, സ്ഥലം ഇതൊന്നും നമ്മൾ സമ്പാദിച്ചതൊന്നും നമ്മളല്ല ഉപയോഗിക്കുക. ഒരു പക്ഷേ ഒരു തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളേറ്റ് രക്തബന്ധം പോലുമില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു മനസ്സിലാക്കുന്ന സാധാരണ മനുഷ്യരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ പലരും ഞങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ടത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ദൈവത്തോട് പറയുന്ന സമയത്ത് ഒരു കാര്യം, നല്ലൊരു കർമ്മം മുന്നിൽ വെച്ച് പറയാമെന്നാണ്. അതിൽ ഏറ്റവും യുക്തമായതും ഏറ്റവും പവർഫുള്ളായ ഒരു കാര്യമാണ് ഒരു ജീവിക്കോ ഒരു സഹജീവിക്കോ ഭക്ഷണം കൊടുക്കാം. ജീവിച്ചിരിക്കുന്ന ചോദ്യത്തുണ്ട്, അത് നായയിലാണെങ്കിലും മനുഷ്യനിലാണെങ്കിലും വേറെ ഏത് ജീവിയിലാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ്. പുണ്യം നേടുക എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ നമുക്ക് സയൻറ്റിഫിക്കായി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഗുണകരമായ കൊളസ്ട്രോൾ, ഹാർട്ടിനൊക്കെ ആവില്ല HDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന വ്യായാമത്തിലൂടെയും പിന്നെ നമ്മൾക്ക് കഴിയുന്നത് ഇതുപോലുള്ള സന്തോഷത്തിലൂടെയും. നമുക്ക് കള്ളുടിച്ചാലോ വേറെ ഏതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ അറുമാദിച്ചാലോ ഒരാളെ ഉപദ്രവിച്ചാലോ കിട്ടുന്ന സന്തോഷമല്ല. നമ്മൾ മലയാളത്തിൽ എങ്ങനെ വിശദീകരിക്കാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇല്ലാത്തവനക്ക് നമ്മളുള്ളതിൽ നിന്ന് നമുക്ക് പങ്കിട്ട് കൊടുക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് ഇല്ലതിൽ നിന്ന് ഏറ്റവും യുക്തമായത്, വേണ്ടാത്തതല്ല നമുക്ക് ഏറ്റവും വേണ്ടതിൽ നിന്ന് പകുത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതിനെന്താ മലയാളത്തിൽ വിശദീകരിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടും, HDL കൊളസ്ട്രോൾ കൂടും, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം. അപ്പോൾ അത്രയും സയൻറ്റിഫിക്കായിട്ടും ആത്മീയമായിട്ടും മനുഷ്യത്വപരമായിട്ടും ഗുണകരമായൊരു സംഭവമാണ് സഹജീവിയുടെ വിശപ്പ് തീർക്കുക. പ്രത്യേകിച്ച് തന്നെ മനുഷ്യന്മാരെ. എന്നാൽ ഇന്ന് നമ്മളെ നോട്ടത്തിൽ നമ്മളെ കേരളത്തിലെങ്കിലും ഭക്ഷണത്തിന് പഞ്ഞൊന്നുമില്ല, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ വിശപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ മിണ്ടാപ്രാണികളാണ്. നിങ്ങൾ അവരുടെ കാര്യം പരിഗണിക്കണം.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കണമെന്നില്ല. നിങ്ങൾ കഴിക്കുന്നതിൽ ബാക്കിയെങ്കിലും കൊടുത്താൽ ഒരു നേരത്തെ വിശപ്പ് മാറുന്ന ജീവികൾ നമ്മുടെ മുന്നിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വെച്ച് നീട്ടുക. 2-3 പ്രാവശ്യം നീട്ടി നോക്കൂ, നിങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം അറിയാൻ വേണ്ടി പറ്റും. എൻ്റെ ജീവിതത്തിൽ അത് പ്രത്യക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രോത്സാഹനമല്ല പറയുന്നത്, ഒരുപാട് പിന്നീടൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ലാത്തൊരു സമയത്ത്, ഒന്നുമില്ലാത്തൊരു പറഞ്ഞാൽ ഏത് കാലത്തും എന്നെ അറിയുന്നവർക്കറിയാം, 13ാമത്തെ വയസ്സ് മുതൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഏത് കാലത്തും ആമ്പലും വെള്ളം എന്ന് പറയും പോലെ കടം കൂടെ പിറപ്പോ എത്ര പണിയെടുത്താലും അനാവശ്യമായിട്ടൊരു ചിലവ് കള്ളോ വീഡിയോ സിഗരറ്റോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, അന്നും ഇന്നും ഏത് കാലത്തും. പക്ഷേ ഏത് കാലത്തും അധ്വാനിക്കും. പക്ഷേ ഒരിക്കലും സാമ്പത്തികമായിട്ട് നമ്മളൊരു കടി കടന്നിട്ടൊരു സുരക്ഷിതത നേടാത്തൊരു കാലത്ത് ഒരു പെട്ടെന്നൊരു ദിവസമാണ് 10-14 വർഷം മുമ്പ് നമ്മൾ ജീവികളിലേക്ക് പ്രൊഫഷണലായിട്ട് തിരിഞ്ഞത്. അതിൻ്റെ മുമ്പും നമ്മൾ കാണുന്ന ജീവികൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെങ്കിലും പ്രൊഫഷണലായി തന്നെ നമ്മൾ നല്ല രീതിയിൽ തിരിഞ്ഞിട്ട് അവർ ഇങ്ങനെയൊരു വിഭാഗം ഇവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് തിരിഞ്ഞത്. അന്ന് മുതൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് വിശദമായിട്ട് പറയാനുണ്ട്, പിന്നീട് എപ്പോഴേലും പറയാം. ഇപ്പോൾ ചുരുക്കി പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൽ എഴുതപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത് പ്രണയത്തിനെ കുറിച്ചിട്ടല്ല, വിശപ്പിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്, വിശപ്പ് പടി കടന്ന് വാതിൽ തുറന്ന് വരുന്ന സമയത്ത് പ്രണയം ജനൽക്ക ചാടി കടന്നു പോകുന്നു. അപ്പോൾ എത്ര അർത്ഥവത്തമായ വ്യാകരണം. വിശപ്പിനേക്കാൾ കവിച്ചു വെക്കുന്ന വേറൊരു വികാരമല്ല മനുഷ്യനിൽ. അത് ആ അവസ്ഥ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ രീതിയിലാണ് മനുഷ്യന്മാർ പെരുമാറുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലത്തെ അവസ്ഥ നമുക്കറിയാം. രാഷ്ട്രീയക്കാരൊക്കെ കൊലപാതകം ഏകദേശമൊക്കെ നിർത്തിയ നമ്മൾ പരസ്പര സെറ്റിൽമെൻറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ സമയത്ത് പ്രൊഫഷണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ കുടുംബക്കാരെയും ഉമ്മാരെയും വാപ്പാരെയും അച്ഛനെയും അമ്മനെയും എല്ലാവരെയും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഉള്ളിൽ പിശാചും ഉണ്ടാവും, നമ്മളുള്ളിൽ നമ്മളെ സഹായിക്കാവുന്ന മനുഷ്യത്വപരമായ ഒരു ജീവി ഉണ്ടാവും. ഏതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മളുള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും മിണ്ടാപ്രാണികൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അതിൻ്റെ അർത്ഥം മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട എന്നല്ല. ആരും വന്നിട്ട് മനുഷ്യനെ അവഗണിച്ചിട്ട് മനുഷ്യനെ കാണാതെ നീ നായുടെ കാര്യം പറയണ പൂച്ചയുടെ കാര്യം എന്ന് പറയണ്ട. പറഞ്ഞോളൂ, ഇനി അതിൻ്റെ വിഷയങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംബോധന ചെയ്യുന്നത് മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ്. ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു നേരത്തെ ഭക്ഷണം നീട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനീ മെനക്കെട്ടതിൻ്റെ ഒരു ഫലം ഉണ്ടായി. നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം എപ്പോഴും മാറ്റി വെക്കുക, അല്ലെങ്കിൽ കാണുന്നവർക്ക് കൊടുക്കുക. എവിടെയെങ്കിലും കവറിൽ കെട്ടിയിട്ട് അവിടെ എവിടെയും വലിച്ചെറിയുന്നതിന് പകരം എവിടെയെങ്കിലും ഒരു പാത്രത്തിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാക്കയെ പൂച്ചയെ ആമേ ഞാനൊക്കെ ഇവിടെ റോഡിൽ ഭക്ഷണം കൊടുത്താൽ ഞാൻ ആദ്യം നായക്ക് ഭക്ഷണം കൊടുത്താൽ ഞമ്മപ്പോൾ ഏകദേശം ഒരു 10-200 ജീവികൾക്ക് എത്രയോ 10-14 വർഷമായിട്ട് ജീവികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചില ഭാഗങ്ങളിൽ നമ്മൾ ഈ വടക്കേട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ 10-14 നായകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നായകൾ കഴിക്കും. അപ്പോൾ കാണാൻ ഇരുട്ടത്ത് ഇങ്ങനെ തിളങ്ങുന്ന കണ്ണുകൾ, അത് കുറുക്കന്മാരാണ്. അങ്ങനെ അവരൊന്ന് കുറുക്കന്മാർ കഴിക്കും, പിന്നെ വന്നിട്ട് പൂച്ചകൾ കഴിക്കും, പിന്നെ ആമ കഴിക്കും. രാവിലെ ഞാനത് നടക്കാനും ഓടാനൊക്കെ പോകുന്ന സമയത്ത് കാണാം ബാക്കി കോഴി കാക്കൊക്കെ കഴിക്കുന്നത്. അങ്ങനത്തെ ഒരു എന്താണ് ഫുഡ് ചെയിൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഒത്തിരി ഉപകാരപ്പെടുന്ന, ഒത്തിരി നമുക്ക് മനസ്സമാനം ഫിസിക്കലി മെൻ്റലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി കിട്ടുന്ന ഒരു സംഭവമാണ്. പലരും ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ ഒരംശം മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു ജീവനെ കണ്ടാൽ ഉടനെ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 10 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഒരു ജീവിയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമസ്കാരം, വിടാം.